കൊച്ചി നഗരം പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്നാണ് കരുതപ്പെടാറുള്ളത്. രാത്രിയും പകലും ജോലിക്കും മറ്റു പല കാര്യങ്ങൾക്കുമായി സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യുന്ന സ്ഥലമാണിത്. പക്ഷേ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. കൊച്ചി നഗരത്തിൽ ഒരു ഹോട്ടലിൽ ഒരു യുവതി ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവം. ആൺസുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തിയാണ് MBA-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. നഗരത്തിലെ ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടത്തിൽ രാത്രി ആൺസുഹൃത്തിനൊപ്പം എത്തിയ 24-കാരിയാണ് പീഡനത്തിന് ഇരയായത്. ആൺസുഹൃത്തിനെ കത്തുമുനയിൽ നിർത്തി 3 യുവാക്കൾ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. കെട്ടിടത്തിന്റെ 10ാം നിലയിൽ നിന്ന് ഫയർ ഗോവണിയിലൂടെ പൂർണ്ണ നഗ്നയായി ഇറങ്ങി ഓടിയാണ് യുവതി രക്ഷപ്പെട്ടത്. പ്രതികളിൽ 2 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയാണ് കൊച്ചിയെ ഞെട്ടിക്കുന്ന ഈ റേപ്പ് അറ്റംപ്റ്റ് ഉണ്ടാകുന്നത്. കൊച്ചിയിൽ നൈറ്റ് ലൈഫ് സേഫ് ആണെന്ന് പറയുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ രാപകലില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴും അപകടം പതിയിരിപ്പുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. എന്തായാലും ഈ റേപ്പ് അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടിയ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ SI ശ്രീ സുബോധ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ഒരു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്? പെൺകുട്ടി തന്നെ വിളിച്ചറിയിക്കുകയായിരുന്നു? അല്ല, പെൺകുട്ടിയുടെ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്ത് രാവിലെ തന്നെ അയാൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ സ്റ്റേഷനിൽ പറയുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ പെൺകുട്ടിക്ക് അത് പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ നമ്മളൊരു കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം അവർ വന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പം ഈ ശരിക്കും ഇവർ നടക്കാനിറങ്ങിയ സമയത്ത് ഇവർ മഴ നനഞ്ഞു സമയത്ത് ഇവർ ആ ബിൽഡിങ്ങിനകത്തോട്ട് കയറിയ സമയത്താണ് ഈ 3 പേര്, ഈ ആക്രമണകാരികളെ 3 പേര്, ഡാനിഷ്, രാഹുൽ, പിന്നെ വേറൊരു പ്രതി, ഈ 2 പ്രതി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും ഈ കുട്ടിയെ കത്തി വെച്ചിട്ട് ഈ പെൺകുട്ടിയെയും വലിച്ചടിച്ച് മുകളിൽ പോവുകയാണ് ചെയ്തത്. അന്ന് റേപ്പ് അറ്റംപ്റ്റാണ് നടന്നിട്ടുള്ളത്. അപ്പം മറ്റ് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. ഇപ്പോൾ റേപ്പ് നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിലൂടെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇയാളെ പ്രതിയെ പിടിക്കാൻ നമ്മൾ ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിയെ ഞങ്ങൾ ശരിക്കും വീട്ടിലല്ല താമസം. ഇവർ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഫ്ലാറ്റിലുള്ളതാണ് ഇവർ താമസം. ഇവർ രാത്രി ആകുമ്പോഴേ റോബറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ കത്തിയാണ് അവരുടെ മെയിൻ. രാത്രി ഇവർ പകൽ ഫുള്ളും ഈ മൊബൈലൊക്കെ ഈ കടകളിൽ വെച്ച് ചാർജ് ചെയ്തിട്ട്, അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമില്ല, മൊബൈലിൽ കടകളിൽ വെച്ച് ചാർജ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് ആ ഒരു KSRTC സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് വെച്ച് മൊബൈൽ ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ലൊക്കേഷൻ എടുത്തതിന് ശേഷം ഞങ്ങൾ മഫ്തിയിലൂടെ പോയി. നമ്മുടെ ACP സാറിൻ്റെ നിർദ്ദേശത്തിൽ ജിജോ സാറ് പറഞ്ഞ പ്രകാരം ഞങ്ങൾ സ്ക്വാഡുകാരും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഞാനും രാംലാലും ഒക്കെ അവിടെ പോയിരുന്നു. SIമാരാണ്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇവൻ ശരിക്കും ആ കടയിലോട്ട് കയറാൻ നിൽക്കുന്ന ജസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. പോലീസാണെന്ന് എങ്ങനെ മനസ്സിലായി. മഫ്തിയിലായിരുന്നു. ആ സമയം അവൻ ഓടാൻ ശ്രമിച്ചപ്പോഴത്തേനെ പിടിച്ചത് എന്നെ തള്ളി മാറ്റിയപ്പോഴാണ് ഞാൻ വീണു. ചെറിയൊരു പരിക്കുണ്ട്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞങ്ങൾ എഴുന്നേറ്റ് ഓടി, എൻ്റെ പിന്നാലെ ഓടി, വേറൊരു വീട് വഴിയൊക്കെ ഓടി അതിനെ തോട്ടിച്ചാടി. ഒരു തോടുണ്ട് റെയിൽവേ ട്രാക്കിനപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ വീണ്ടും അവനെ എടുത്ത് സ്റ്റേഷൻ ജീപ്പിൽ തൊളിയൊക്കെ എടുത്ത് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അവനെ വീണ്ടും സ്റ്റേഷനകത്ത് ജീപ്പിനകത്ത് കൊണ്ടുവന്ന ഭാഗത്ത് വീണ്ടും ഒരു പുല്ലേപ്പടി ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് ബ്ലോക്കായപ്പോൾ വീണ്ടും അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. ശരിക്കും ഒരു പക്ക ക്രിമിനലാണ് ഈ ഡാനിഷ്. ഒത്തിരി കേസുകളുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്കാണ്, തിരുവനന്തപുരമാണ് വീട്, ഇടവ ഭാഗത്താണ് വീട്. പിന്നെ മറ്റൊരു പ്രതി രാഹുൽ, അയാൾ കൊല്ലംകാരനാണ്. ഇനി ഒരാളെയും കൊണ്ട് കിട്ടാം. 1-ാം പ്രതി 2-ാം പ്രതി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 3-ാം പ്രതി ഇവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ടും എടുക്കുന്നതായിരിക്കും. കാരണം ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ കമ്മീഷൻ സ്ക്വാഡും ഉണ്ട്, കമ്മീഷൻ്റെയും DCP ഷെൻഷാ സാറും അശ്വതി മേഡവും ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവരെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വാഡുകാർ മുഴുവനുണ്ട് ഞങ്ങൾ പിടിക്കാനായിട്ട്. ഞാൻ പ്രധാനമായിട്ട് സാറിനോട് ചോദിക്കാനുള്ളത്, കൊച്ചി നൈറ്റ് ലൈഫ് സേഫ് ആണെന്നാണ് പൊതുവേ പുറത്തു നിന്നുള്ളൊരു വിലയിരുത്തൽ എങ്ങനെയാണ്? അപ്പം നമ്മൾ പല സാഹചര്യങ്ങളിലാണ് രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആണെങ്കിലും കൊച്ചി സേഫ് ആണല്ലോ എന്നുള്ളൊരു ധാരണയുണ്ട്. അത് ഇത്തരം ചില കേസുകൾ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ സ്റ്റൈൽ കേസ്, അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള കേസ്, അത്തരം ഇടപെടലുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടി വരുന്നു. അത് ശരിക്കും ഞെട്ടിക്കുന്ന സംഭവം തന്നെയല്ലേ? ശരിക്കും ഇങ്ങനത്തെ കൊച്ചി സേഫ് ആണെന്നൊരു മെസ്സേജ് ആണോ ഉള്ളത്? കൊച്ചി സേഫാണ്. ഞങ്ങളെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് ഇപ്പം കുറ്റകൃത്യം ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾ പിടിക്കാറുണ്ട്. ഞങ്ങൾ നിയമം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ കൊച്ചി സേഫാണെന്ന് ചോദിച്ചാൽ കൊച്ചി സേഫാണ് എന്ന ഒരു തരത്തിൽ അത് അല്ല. കാരണം ഒത്തിരി ഹോം സ്റ്റേ, അങ്ങനെ ഒത്തിരി ഒരു ലോഡ്ജ്, അങ്ങനെയൊക്കെ ഒരുപാട് ടൈമിങ്
അപ്പോൾ അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അത് ഞങ്ങൾ DCP അദ്ദേഹത്തിൻ്റെയും പിന്നെ കമ്മീഷണർ സാറിൻ്റെയൊക്കെ നിർദ്ദേശത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ ഞങ്ങൾ അലേർട്ടായിട്ട് പോലീസുകാരെ നോക്കിയിട്ടുണ്ട്. അവരെല്ലാവരും വിജിലൻ്റാണ്, നോക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ചെങ്കിലും ക്രൈം റേറ്റ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൂടുതലുമാണ് പറഞ്ഞ കേസുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇപ്പം ഇത്തരത്തിൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്ന കേസുകൾ കൂടി വരുന്നുണ്ട്. അതിന് ഈ പറഞ്ഞതുപോലെ നേരത്തെയും കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഒത്തിരി മെസ്സേജുകളൊക്കെ നമുക്കും മൊത്തത്തിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലുള്ള ഇടപെടലുകൾ അതല്ലെങ്കിൽ എല്ലാം ഇപ്പം ഈ സംഭവത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത്തരം ആവർത്തിക്കാതിരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ നീക്കങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. പക്ഷേ എല്ലായിടത്തും കണ്ണെത്തുന്നുണ്ട് എന്നൊരു ഇതുണ്ടോ? അല്ല, ഈ കണ്ണ് എത്തിക്കാറുണ്ട്. കേരള പോലീസ് കൃത്യമായിട്ടും ഇപ്പം ഡേയും നൈറ്റും ഒക്കെ രാവിലെ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, അവർ കൃത്യമായിട്ട് നോക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. വലിയൊരു കേസ് അങ്ങനെ ഒരു സംഭവം, അങ്ങനെ വലിയ ഉതിപ്പെരുവിച്ച് അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അതുണ്ടാവാൻ സംഭവിക്കും. ഇതിലും അഭിനന്ദനാർഹമായ നേട്ടമാണ് പോലീസിനുള്ളത്. കാരണം വെച്ചാൽ അടുത്ത സമയം തന്നെ പ്രതിയെ പിടികൂടാൻ പറ്റിയല്ലോ. അപ്പം പ്രതികളെ പിടികൂടുന്നതല്ലാതെ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് കൂടി വേണം. ഒരു പ്രിവെന്റീവ് ആക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മേലത്തെ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ നമ്മൾ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടാണ് ഒരു പരിധിവരെയൊക്കെ ഇങ്ങനെ പോകുന്നത്. കൊച്ചി സേഫ് ആണെന്ന് പറയുമ്പോഴും എല്ലാ സിറ്റികളിലെയും പോലെയുള്ള അപകടങ്ങളും ക്രിമിനലുകളും ഒക്കെ ഇവിടെയുമുണ്ട്. ഇവിടെയും ഇങ്ങനെ അരങ്ങ് വാഴുന്നുണ്ട്. അതിന് പോലീസിൻ്റെ കണ്ണ് എത്തുന്നിടത്തോളം കാലം നമ്മൾ സേഫാണ് എന്നുള്ള വിശ്വാസമൊക്കെയാണ്. പക്ഷേ അപ്പോഴും ഇങ്ങനെ പോലീസിനെ കണ്ണ് വെട്ടിച്ച് നടക്കുന്ന ക്രിമിനലുകൾ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഞെട്ടിത്തിരിക്കുന്ന സാഹചര്യങ്ങൾ, അതൊക്കെ ആവർത്തിക്കാതിരിക്കട്ടെ. എന്തായാലും ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ കൊച്ചിയിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങു വാഴുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും പോലീസിൻ്റെ കണ്ണ് എല്ലായിടത്തും എത്തുന്നുണ്ട്. പക്ഷേ സേഫ്റ്റി അത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി. യെസ്, ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു അസാധാരണമായിട്ടുള്ള സംഭവമാണ്. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ കൊച്ചി നഗരത്തിൽ ജോലി ചെയ്യുന്നവരാണ്. പകൽ സമയവും രാത്രിയും ഒക്കെ വളരെ സജീവമായിട്ടുള്ള നഗരം. പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമെന്നാണ് കരുതപ്പെടാറുള്ളത്. കാരണം പോലീസിൻ്റെ രാത്രികാല പരിശോധനയൊക്കെ ശക്തമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഈ സമീപകാലത്തായി ലഹരി മാഫിയ കൊച്ചി നഗരം ഒരു താവളമാക്കി മാറ്റുന്നു. രാത്രി സമയങ്ങളിൽ പലയിടത്തും ലഹരി സംഘങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് കാമുകനെ കത്തിമുനയിൽ നിർത്തിയ ഒരു പെൺകുട്ടി, അത് MBA-കാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന സംഭവം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഏത് രീതിയിലാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായത്? അവിടെ അത് എങ്ങനെയാണ് പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്? നമ്മൾ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള സ്ഥലമാണിത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ റിസർവേഷൻ കൗണ്ടറിന് തൊട്ട് പിന്നിലായിട്ടുള്ള സ്ഥലമാണ്. ബ്ലൂ മൗണ്ട് എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇത് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഒരു ഹോട്ടലാണ്. ജപ്തി ചെയ്തതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്തരം ഒരു ഇടമാണ്, അതായത് വിജനമായ ഒരു ഇടമാണ്. നമുക്ക് കാണാം, ഇതിനുള്ളിലേക്ക് തന്നെ കാണാം, കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെ നാളുകളായി ഒരു പക്ഷേ ആൾപ്പാർപ്പുണ്ടായിട്ടോ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടോ, പക്ഷേ സാമൂഹ്യ വിരുദ്ധരുടെ വിളനിലമായിട്ടുള്ള ഒരു ഇടമാണ് ഇതെന്ന് വേണം പറയാൻ. സാമൂഹ്യ വിരുദ്ധർ ഇവിടെ ഇങ്ങനെ അരങ്ങു വാഴുന്ന ഒരു സ്ഥലമാണ്. കൊച്ചിയിൽ ഒരുപക്ഷെ ഒരുപാട് സ്ഥലങ്ങൾ ഇത്തരത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വിജനമായിട്ടുള്ള അല്ലെങ്കിൽ ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലമാണ്. വിജനത എന്ന് പറയുമ്പോഴും തൊട്ടു മുന്നത്തെ റോഡിലൂടി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷന് തൊട്ടു മുന്നിലാണ്, റിസർവേഷൻ കൗണ്ടറിൻ്റെ തൊട്ടു പിന്നിലായിട്ടുള്ള ഭാഗമാണ്. ഇതൊക്കെയാണ് ആൾപ്പാർപ്പുള്ള ഇടമല്ല എന്ന് മാത്രമേ ഇതിൽ നിന്നും വിചാരിക്കേണ്ടതുണ്ട്. ഇത്രയും ഒത്തനടുക്ക് അതല്ലെങ്കിൽ ഇത്രയും ബഹളങ്ങൾ, നഗരത്തിൻ്റെയൊക്കെ ബഹളങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഈ വലിയ കൊടും ക്രൂരത അരങ്ങേറിയത്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ കെട്ടിടത്തിൻ്റെ 10ാമത്തെ നിലയിലേക്കാണ് ഈ പെൺകുട്ടിയുമായി കാമുകൻ അവളെയും കൂട്ടിക്കൊണ്ട് പോയത്. ഈ 10ാം നിലയിലേക്കാണ്. ഇവിടെ താഴെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു ഈ മൂവർ സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ അതിനുശേഷം ഇവരെ പിന്തുടരുകയും പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികതയ്ക്ക് നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണ്. എന്തായാലും അതിനുശേഷം പെൺകുട്ടി അതിനെ ചെറുത്ത് നിൽക്കുകയും തുടർന്ന്
ഈ യുവാവിനെ കത്തിമുനയിൽ നിർത്തിയ ശേഷം പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയെന്ന് റേപ്പ് അറ്റംപ്റ്റാണ് നടന്നിട്ടുള്ളത്. അതിനെ ചെറുത്ത് പെൺകുട്ടി ഈ ഫയർ എക്സിറ്റിലൂടെ ആ ഗോവണിയിലൂടെ ഇറങ്ങി ഓടിയാണ് പുറത്തെത്തിയാണ് അതിൽ നിന്നും രക്ഷപ്പെടുന്നത്. തുടർന്ന് പെൺകുട്ടിയുടെ കാമുകൻ തന്നെയാണ് പോലീസിൽ പരാതി നൽകുന്നതും പെൺകുട്ടിയുടെ മൊഴിയെടുക്കുകയും തുടർന്ന് അടിയന്തരമായി തന്നെ പോലീസ് അതിലിടപെടുകയും ഈ രണ്ടുപേരെ, അതായത് തിരുവനന്തപുരം സ്വദേശി ഡാനിഷ്, മറ്റൊരാൾ കൊല്ലം സ്വദേശി രാഹുൽ, ഈ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമതൊരാളായി തിരച്ചിൽ നടത്തുകയാണ്. ഈ 3 പേരും KSRTC സ്റ്റാൻഡിനടുത്തുള്ള മറ്റൊരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് സ്ഥിരമായി താമസിക്കുന്നത്. അതായത് സ്ഥിരമായിട്ട് ഇവർ ഒരു താമസ സ്ഥലം കണ്ടെത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റു വാടക വീടുകളോ ഒന്നുമില്ല. ഏതെങ്കിലും തൊട്ടടുത്തുള്ള കടകളിൽ ഫോൺ ചാർജ് ചെയ്യുന്നു. ഈ ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ താമസിക്കുന്നു. ഇത്തരം ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ കൊച്ചിയിൽ താമസിക്കുന്ന ആളുകൾ, ക്രിമിനലുകൾ എത്രത്തോളമാണ് എന്ന് കണ്ടെത്തേണ്ടുന്ന നിർബന്ധമായും കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്ന് തന്നെയാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ കൊച്ചിയെ ഞെട്ടിക്കുന്ന, നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷയെ ചോദ്യം ചെയ്യപ്പെടുന്ന, നമുക്ക് ഭയം തോന്നുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഈ ചൊവ്വാഴ്ച രാത്രി കൊച്ചിയിൽ അരങ്ങേറിയത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കൊച്ചിയിലെ നൈറ്റ് ലൈഫ് സേഫാണ്. രാത്രി ജോലി കഴിഞ്ഞു പോകുന്ന സ്ത്രീകളുണ്ട്, രാത്രി സിറ്റിയിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകളുണ്ട്. ഇങ്ങനെ ഇറങ്ങുമ്പോഴും പോലീസിൻ്റെ കണ്ണെത്തുന്ന ദൂരത്തോളം നമ്മൾ സേഫാണ് എന്നുള്ള മെസ്സേജ് മാത്രമേ കൊച്ചിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പിന്നിൽ, അതായത് ഇത്തരം ഇടങ്ങളിൽ, ആളുകളുടെ കണ്ണെത്താത്ത ഇടങ്ങളിൽ ഇത്തരം ക്രൂരതകൾ അരങ്ങേറുന്നുണ്ട്, ഇത്തരം സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ അരങ്ങുപാടുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ പ്രധാനമായും ഈ ഒരു റേപ്പ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോഴും ഒരു പെൺകുട്ടി ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്, അത്തരം എത്തി നിൽക്കുന്ന സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം കിട്ടിയാൽ കൊച്ചിയിൽ ഒരു പെൺകുട്ടിയും സേഫ് അല്ല എന്നുള്ള മെസ്സേജ് കൂടി, എന്നുള്ള ഒരു ചിന്ത കൂടിയാണ് ബാക്കിയാകുന്നത് കേട്ടോ. തീർച്ചയായും ആജ്ഞ, ഇതിൽ പ്രതികളിൽ ഒരാൾ കൊടും കുറ്റവാളിയാണെന്ന് പറയുന്നുണ്ട്. ഇതിനു മുൻപും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തി, 2 പേരെ പിടികൂടിയിട്ടുണ്ട്, 3-ാമനായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയും കാമുകനും ഇവിടെ എത്തിയതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? മാത്രമല്ല, ഇവരെ കൃത്യമായി നിരീക്ഷിച്ച്, ഇവരാദ്യമായിട്ടാണോ ഇവിടെ എത്തിയത്? മാത്രമല്ല, ഇവരെ കൃത്യമായി നിരീക്ഷിച്ച് പിന്തുടർന്ന് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, ഈ പെൺകുട്ടിയും സുഹൃത്തും കൂടി രാത്രി നടക്കാൻ ഇറങ്ങിയതാണ് എന്നാണ് പോലീസിനോട് വ്യക്തമാക്കിയത്. അങ്ങനെ ഈ ഒറ്റപ്പെട്ട കെട്ടിടം കണ്ടപ്പോൾ ഇവിടേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം ഈ കെട്ടിടത്തിൻ്റെ തന്നെ 1-ാം നിലയിൽ, ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ 1-ാം നിലയിലാണ്. ഈ ഭാഗത്ത് നിന്ന് മദ്യപിക്കുകയായിരുന്നു ഈ സംഘമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ കയറിപ്പോകുന്നത് കണ്ടിരുന്നു, കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടിരുന്നു. പിന്തുടർന്നെത്തി പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയെന്ന് ഡാനിഷ് എന്ന് പറയുന്ന ഈ പ്രതിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പെൺകുട്ടി അതിന് സമ്മതിക്കാതെ വന്നപ്പോൾ അതിന് നേരെ ഉപദ്രവം ഉണ്ടാവുകയും അത് ഈ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം പെൺകുട്ടിയെ ഇവിടെ നേരെ റേപ്പ് അറ്റംപ്റ്റ് ഉണ്ടാവുകയും ചെയ്താണ്. പെൺകുട്ടിയുടെ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറി, അത് ഒരു നഗ്ന അവസ്ഥയിലാണ് ആ പെൺകുട്ടി ഗോവണി ഇറങ്ങി താഴേക്ക് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പുറത്തെത്തിയ ശേഷം പോലീസിന് വിവരമറിയിക്കുകയും തുടർന്നാണ് പോലീസ് അതായത് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ആളുടെ ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എടുക്കുകയും തുടർന്നാണ് ഈ പ്രതികളിലേക്ക് എത്തുകയും ചെയ്തത്. ഈ ഡാനിഷ് എന്ന് പറയുന്ന പ്രതിയെ പിടികൂടുന്ന സാഹചര്യത്തിലാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ SI സുബോധിനാണ്, അദ്ദേഹം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്രമണം ഉണ്ടായത്. ഈ 2 തവണ ഈ ഡാനിഷ് രക്ഷപ്പെടാൻ ശ്രമിച്ചു, പരുക്ക് ഏൽക്കുന്നത് അങ്ങനെയാണ്. 2 തവണ, ആദ്യ തവണ പിടികൂടാൻ ചെന്നപ്പോൾ അവിടെ ഒരു തോടുണ്ടായിരുന്നു, അതിൽ എടുത്തു ചാടി അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായി, പരുക്ക് ഏറ്റു. പിന്നീട് ഒരു ട്രാഫിക് വന്നപ്പോൾ ആ ഒരു ജാമിലേക്ക് പെടുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് നേരെ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്തു. അതാണ് സംഭവിച്ചതെന്നാണ്. എന്തായാലും അതിസാഹസികമായി തന്നെയാണ് ഈ ഡാനിഷ് എന്ന് പറയുന്ന പ്രതിയെ പിടികൂടിയതും. അയാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് നിരവധി കേസുകളുണ്ട്, കൊടും കുറ്റവാളിയാണ്, നിരവധി ക്രിമിനൽ കേസുകൾ അയാളുടെ പേരിലുണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റീസ് തന്നെയാണ് അയാളുടെ സ്ഥിരം പണിയെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റൊരാൾ രാഹുലും ഈ സംഘത്തിലുള്ള ആളാണ്. ഇവർ താമസിച്ച് വരുന്നത് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇതുപോലെ ഒരു
ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് ഇവർ താമസിക്കുന്നത്. കൊച്ചിയിൽ താമസിക്കുന്നുവെന്ന് പറയുമ്പോഴും ഇത്തരം ഒഴിഞ്ഞ ഇടങ്ങൾ കണ്ടെത്തി അവിടെ താമസമാക്കുന്ന ശീലമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പറയുന്നത് പോലെ മറ്റ് വാടകയോ അല്ലെങ്കിൽ PG പോയി പേയിങ് ഗസ്റ്റായിട്ടോ അങ്ങനെയൊന്നും അല്ല ഇവർ താമസിക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ ഒഴിഞ്ഞ ഇടങ്ങളിൽ വന്ന് താമസിക്കുകയും ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന നിരവധി പേരാണ് കൊച്ചിയിലുള്ളത്. അതുകൊണ്ട് ഈ ഒരു സംഭവം നമ്മൾ പറയുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത കാലത്താണ് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടെ ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൊച്ചുകുട്ടികൾ ലൈംഗികമായി ചൂഷണത്തിനിരയായ സംഭവങ്ങളൊക്കെ ഏറെ വേദനയോടുകൂടിയാണ് നമ്മൾ കേട്ടത്. അതായത് സ്വന്തം മാതാപിതാക്കളുടെ കൂടെ കിടന്നുറങ്ങിയായിരുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവം. പക്ഷേ അതൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ആ കേസുകൾക്ക് പിന്നിലെങ്കിൽ ഇത് മലയാളികളാണ് ഈ കേസിന് പിന്നിൽ. മാത്രമല്ല കൊച്ചി പോലുള്ളൊരു മെട്രോ നഗരത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്രത്തോളം ജാഗ്രതയിലായിരിക്കും ഇനി? കൂടുതൽ പരിശോധനകൾ, രാത്രികാല പരിശോധനകൾ ഉൾപ്പെടെ ശക്തമാക്കാനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മാത്രമല്ല പലപ്പോഴും ഇത്തരം ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, ഇതുപോലുള്ള ഒരു അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പെൺകുട്ടികൾ? കാരണം അവർക്ക് ഈ പോലീസിൻ്റെ കൺട്രോൾ റൂമിൽ ബന്ധപ്പെടാം, ഉടൻ തന്നെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പരിശോധനകൾ നഗരത്തിൽ ഇല്ല എന്നൊരു വിമർശനം നമുക്ക് ഉയരുന്നുണ്ടല്ലോ. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ നേരത്തെ ആലുവയിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ആശ്വസിച്ചു. പ്രത്യേകിച്ചും മലയാളികളല്ലല്ലോ, അതല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ളത് കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ്. അവരത്തരം മൈൻഡ് സെറ്റപ്പുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് അവരുടെ ഇടയിൽ കൂടുതലാണല്ലോ എന്നുള്ള ആശ്വാസമാണ് വരുന്നതെങ്കിൽ, പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും അല്ലെങ്കിൽ ഈ അടുത്തായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിരവധി ക്രൈം സംഭവങ്ങളിൽ, ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെയും പ്രതികൾ മലയാളികളാണ്, മലയാളികളായ യുവാക്കളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ഏത് തരത്തിലുള്ള നടപടികൾ വേണമെന്നുള്ള കാര്യത്തിലാണ് പോലീസിനെയും ജാഗരൂകരാകേണ്ടത്, അതിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതെന്ന് വേണം. ഇത് എറണാകുളം സിറ്റിയെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, എപ്പോഴും നൈറ്റ് പെട്രോളിംഗ് ഉള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പോലീസ് മഫ്റ്റിയിൽ റോന്തു ചുറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും വിളിച്ചാൽ വിളിയേക്കുന്ന ദൂരത്തൊക്കെ ഏതെങ്കിലും ഒരു പോലീസ് വാഹനം നമുക്ക് കാണാൻ കഴിയും. എന്നിട്ടും ഇത്തരം വലിയ ക്രിമിനൽ സംഭവങ്ങൾ കൊച്ചിയിൽ അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. പ്രത്യേകിച്ചും കൊച്ചിയെ സംബന്ധിച്ചിട്ട് ഒരു പെൺകുട്ടി അവളുടെ കാമുകനോടൊപ്പം രാത്രിയിൽ നടക്കാനിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സ്ഥലത്തെത്തുമ്പോൾ അതിലൊരു ഗ്യാങ് അതിൻ്റെ പിന്നാലെ അവരെ ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ പെൺകുട്ടിയെ ഇങ്ങനത്തെ ലൈംഗികതയ്ക്ക് ഉപയോഗിക്കാമെന്നുള്ളൊരു ബോധമുണ്ടാവുകയും അതിൽ എന്താണ് ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റപ്പിലേക്ക് ആളുകൾ പെട്ടെന്ന് മാറുന്ന ഒരു സാഹചര്യം, അത്തരം സിറ്റുവേഷനുകളും കൊച്ചിയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ചും കൊച്ചി നമുക്കറിയാം കൂടുതൽ മയക്കുമരുന്നുകളുടെയും മദ്യത്തിന് അടിമകളായിട്ടുള്ള ആളുകളുടെയും വിഹാര കേന്ദ്രം കൂടിയാണ് രാത്രികാലങ്ങളിൽ. അത്തരം നമുക്ക് നിരവധി റിപ്പോർട്ടുകൾ ദിനം പ്രതി കിട്ടുന്നുമുണ്ട്. മയക്കുമരുന്നിന് അടിമകളായവരെയും മയക്കുമരുന്ന് കൈവശം വെച്ചിട്ടുള്ള ആളുകളെയും ഒക്കെ ദിനം പ്രതി അങ്ങനെ ഉള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ ഇപ്പോൾ പെരുമ്പാവൂരിലെയും ആലുവയിലെയും ഒക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ക്രൈം റെക്കോർഡ്സിൻ്റെ കണക്കെടുക്കുമ്പോഴും നമ്മൾ പറയുന്നത് അതൊക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ മലയാളിയുടെ ക്രിമിനൽ മൈൻഡിലേക്ക് കൂടുതൽ മൈൻഡ് ആക്റ്റീവ് ആകുന്ന സാഹചര്യങ്ങൾ കൂടുതലുണ്ട് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഇത്തരം ക്രിമിനലുകൾ വിലസുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇത്തരം സംഭവങ്ങൾ. ഇത് രണ്ടും ചെറുപ്പക്കാരാണ്. ഈ ലഹരി വലിയ രീതിയിൽ ഇപ്പോൾ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട്. ലഹരിയുടെ അടിമത്തത്തിലായിരിക്കാം ഈ രീതിയിലുള്ള അതിക്രമങ്ങൾ കാണിക്കുന്നത്. പോലീസിൻ്റെ കർശനമായ ഇടപെടൽ ആവശ്യമാണ്. മാത്രമല്ല രാത്രികാല പരിശോധന അടക്കം ശക്തമാക്കേണ്ടിയിരിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.